കൊടുവള്ളിയിലെ സ്വർണ്ണ കവർച്ച ആസൂത്രകൻ രമേശിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കവർച്ച നടന്ന ദിവസം രമേശ് ബൈജുവിന്റെ കടയ്ക്ക് സമീപം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ബുധനാഴ്ച രാത്രിയാണ് ബൈജുവിനെ കാർ ഇടിച്ചു വീഴ്ത്തി സ്വർണം കവർന്നത്. ദിസ്ന സുരേഷ് ചേർന്നു. ദിസ്ന, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, കൊടുവള്ളി സ്വർണ്ണ കവർച്ചയിൽ നിർണായകമായത്, അതായത് ഈ പ്രതികളെ പിടികൂടാൻ പോലീസിന് നിർണായകമായത് CCTV ദൃശ്യങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനദേവിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കൊടുവള്ളിയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ജ്വല്ലറി ഉടമയെ കാറിലെത്തിയ സംഘം ഇടിച്ചു വീഴ്ത്തി 2 കിലോയോളം സ്വർണം കവർന്ന സംഭവത്തിലാണ് നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ കടയുടമയുടെ സുഹൃത്തായ രമേശ് ആണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിലെ സൂത്രധാരനായ രമേശ് ഉൾപ്പെടെ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ഇന്നലെ വടകര റൂറൽ SP മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ബൈജുവിന്റെ സുഹൃത്താണ് രമേശ്. രമേശിനെ കൂടാതെ വിപിൻ, ഹരീഷ്, ലതീഷ്, പൂനൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബൈജുവിന് ആക്രമണം ഉണ്ടാകുന്നത് 10:10 9:38 CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ ബൈജു പുറത്തു വരുന്നതൊക്കെ തന്നെയും നിരീക്ഷിക്കുന്ന രമേശിനെയാണ് CCTV ദൃശ്യങ്ങളിലൂടെ ഒക്കെ തന്നെയും വ്യക്തമാകുന്നത്. ഈ സംഭവം നടന്നു എന്ന് പോലീസ് അറിഞ്ഞ സമയത്ത് തന്നെ ആ ഏരിയയിലെ മുഴുവൻ CCTV ദൃശ്യങ്ങൾ എടുക്കുവാൻ പോലീസ് ശ്രദ്ധിച്ചിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിർണായകമായ തെളിവാണ് CCTV ദൃശ്യങ്ങൾ എന്നും വടകര റൂറൽ SP കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ബൈജുവിന്റെ വരവും പോക്കുമെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്ന രമേശിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച കാറിൽ പ്രതികൾ എത്തിയതും CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് വടകര റൂറൽ SP മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. രോഹിണി.